ഇന്ന് ഞാൻ മൺകുടുക്ക ശിവകുമാർ മേനോൻ എനിക്ക് ഇത് സമ്മാനിച്ചത് ഷൊർണൂർ വെച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഷൊർണൂർ തൃശ്ശൂർ വെച്ചിട്ടാണ്. ഏതായാലും ഈ പുസ്തകം വളരെ മനോഹരമാണ്. ഒരു കഥാകൃത്തിന് ആവശ്യം വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം സൂക്ഷ്മ നിരീക്ഷണങ്ങളുള്ള നല്ല മനസ്സുള്ള മനുഷ്യനാണ്. കാരണം കഥകളിൽ എവിടെയും മോശമായ യാതൊന്നും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. എല്ലാ തൻ്റെ കാഴ്ചയിലും നന്മകൾ വളരെയേറെ കാണുന്നുണ്ട്. അദ്ദേഹം ഏതാണ്ട് 19ഓളം കഥകൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ 19 കഥകളാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒരു കഥ ഞാൻ ഏതായാലും വായിക്കും. നമ്മുടെ KC ജോസ് ആണ്, KC ജോസാണ് ഇതിനെ അവതാരിക എഴുതിയത്. അദ്ദേഹവും ഈ കഥകളെല്ലാം തന്നെ വളരെ നല്ല കഥകളായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നുണ്ട്, കാരണം ഞാനതിലെ ചെറിയൊരു പേര് മാത്രം വായിക്കുകയാണ്. കൊതുകും ഉറുമ്പും ഈച്ചയും കുമാരൻ എന്ന വ്യക്തിയിൽ ചെലുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു കൊച്ചുകഥ ആരെയും ഇരുത്തി ചിന്തിപ്പിക്കും. ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ വളരെ ലാളിത്യത്തോടും അത്രമേൽ ദാർശനികതയോടുമാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. നാം കണ്ടിട്ടും കാണാതെ പോയ കാഴ്ചകളാണിത്, അനുഭവങ്ങളാണിത്. വളരെ ചെറിയ കഥയാണെങ്കിലും ഏതൊരാളുടെയും മനസ്സിനെ സ്പർശിക്കുന്ന കഥയാണ്. അമൂല്യ സമ്മാനം. അപ്പം നിസാരങ്ങളെന്ന് നമ്മൾ കരുതുന്ന ഓരോ വസ്തുതകളുടെയും വളരെ കൂലങ്കക്ഷമായി ആലോചിച്ച് വളരെ ദാർശനികമായ കാഴ്ചപ്പാടിലൂടെ ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ആര് വിജയിച്ചിട്ടുണ്ട്? നമ്മുടെ ശിവകുമാർ മേനോൻ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കഥകളൊന്നും എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മൺകുടുക്ക പരമാവധി ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ സാരാംശം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിത യാഥാർത്ഥ്യങ്ങളെ അടർത്തിയെടുത്ത് അവതരിപ്പിക്കുന്ന ഈ കഥകളിലെല്ലാം തന്നെ മനുഷ്യൻ്റെ വിവിധങ്ങളായ അവസ്ഥകൾ പ്രകടമായിരിക്കുന്നു. അവയെല്ലാം തന്നെ ജീവിതത്തിൻ്റെ താളബോധം അനുഭവപ്പെടുത്താൻ കഴിയുന്നു. അതിലെല്ലാം തെളിയുന്നത് നിഷ്കളങ്കതയുടെ അനുഭവലാവണ്യം. മലയാള സാഹിത്യത്തിൽ അപൂർവമായി സംഭവിക്കുന്ന കഥയത്തിൻ്റെ ചൈതന്യപൂർണിമയാണ് ഈ ലാളിത്യം. കാരണം അദ്ദേഹത്തെ തന്നെ കണ്ടാൽ അറിയാം. മുഖം നോക്കുക, എത്ര നിഷ്കളങ്കമാണ്, കാര്യങ്ങൾ എത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്ന് നോക്കുക. എഴുതുക എന്നത് എളുപ്പമുള്ള ഒരു ജോലി അല്ല. അത് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരാളിപ്പോൾ ഒരുപാട് സമയമുണ്ടല്ലോ, എന്നാൽ ഞാനൊരു കഥ എഴുതിക്കളട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഒരു കഥ എഴുതണമെങ്കിൽ ഒരുപാട് യാത്ര ആവശ്യമാണ്, ഒരുപാട് വായന ആവശ്യമാണ്, ചുറ്റുപാട് അയാൾക്കതിനുള്ള ഒരു എനർജി പ്രദാനം ചെയ്യണം, സമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടാവണം, വീട്ടിലെ അന്തരീക്ഷങ്ങൾ, സൗഹൃദത്തിൻ്റെ എന്താ പറയുക നല്ല സ്വാധീനം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കഥ ജനിക്കൂ, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകാൻ കഴിയൂ. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് സമൂഹം തന്നെയാണ് ആ പ്രക്രിയ ഒരു വ്യക്തിയിൽ സാധ്യമാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് മാധവൻ്റെ ഒരു യാത്രാനുഭവം ഇത് മനോഹരമായൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം വളരെ ഇതാണ്. അപ്പോൾ വളരെ വേഗത്തിൽ വായിച്ചു പോകും ഞാൻ. അപ്പോൾ ഇത് എത്രമാത്രം നമുക്ക് ഹൃദ്യമാകും എന്നറിയില്ല. പക്ഷേ നിങ്ങൾ നമ്മുടെ ശിവകുമാർ മേനോനെ ഹൃദയത്തിലേറ്റാൻ ഈ കഥ തന്നെ മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം നോക്കാം, ഒരു യാത്രയിലാണ്. മാധവൻ്റെ ഒരു യാത്രാനുഭവം, ഒരുപക്ഷെ അദ്ദേഹം തന്നെയാവാം ഈ മാധവൻ. തിരുവനന്തപുരത്ത് കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ കഴിഞ്ഞ് അറിയപ്പെടുന്ന ജൈവ കർഷകനായ മാധവൻ
തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്നും അങ്കമാലി സൂപ്പർ ഫാസ്റ്റിൽ കയറി. അയാൾ ആഗ്രഹിച്ച പോലെ ഇരിക്കുവാൻ ഇടതുവശത്തുള്ള ജനൽ സീറ്റ് തന്നെ കിട്ടി. ബാഗിൽ നിന്നും 2 കപ്പലണ്ടി മിഠായി എടുത്ത് കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ച് അയാൾ ചെറുതായി മയങ്ങുവാൻ തുടങ്ങി. മയക്കം നല്ല ഉറക്കമായി. ദീർഘദൂര യാത്രയിൽ കാറ്റേറ്റുറങ്ങുക അയാൾക്ക് പതിവുള്ളതാണ്. ഒറ്റയ്ക്കുള്ള യാത്രകളായതുകൊണ്ട് ആരും ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ഇല്ല. എന്നിരുന്നാലും ഇടയ്ക്കിടെ പെട്ടെന്ന് ബ്രേക്കിടുമ്പോൾ ഉറക്കം പതുക്കെ തടസ്സപ്പെടും. ബസ് ചങ്ങനാശ്ശേരി കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഉറക്കത്തിൽ നിന്നും പൂർണ്ണമായി മുക്തനായി. കോട്ടയമാണ് അടുത്ത സ്റ്റാൻഡ്. ബസ് കോട്ടയം സ്റ്റാൻഡിലെത്തിയപ്പോൾ കുറച്ച് യാത്രക്കാർ ഇറങ്ങുകയും കുറച്ച് പേർ കയറുകയും ചെയ്തു. മാധവൻ തൻ്റെ വെള്ളക്കുപ്പിയിൽ നിന്നും കുറച്ച് വെള്ളം കുടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. സ്റ്റാൻഡിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നല്ല ശബ്ദവും ഉണ്ടായിരുന്നു. ഈ സമയം കുമളിയിൽ നിന്നും വന്ന ഒരു ബസ്സിൽ നിന്നും കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങി സ്റ്റാൻഡിൽ നിന്നു. അവരുടെ ആംഗ്യഭാഷ കണ്ടപ്പോൾ അവർ ബധിരരാണെന്ന് മനസ്സിലായി. മാധവന് മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. സ്റ്റാൻഡിലെ തിരക്കും ബഹളവും ഒച്ചയുമൊന്നും ആ ചെറുപ്പക്കാരുടെ ആംഗ്യഭാഷയിലുള്ള ആശയവിനിമയത്തിന് യാതൊരു തടസ്സവും ഉണ്ടാക്കിയില്ല. അതിൽ 2 പേർ മാധവൻ യാത്ര ചെയ്യുന്ന ബസ്സിൽ കയറി. ഒരാൾ മാധവൻ്റെ സീറ്റിന് മുന്നിലും മറ്റേയാൾ പിന്നിലുമായി ഇരിപ്പുറപ്പിച്ചു. വേറെ 2 പേർ തിരുവനന്തപുരത്തേക്കു ഉള്ള AC ബസ്സിൽ കയറിയിരുന്നു. മറ്റുള്ളവർ എവിടേക്കോ ഉള്ള ബസ് കാത്തു നിൽക്കുകയാണ്. ബസ്സിലിരുന്ന ആ ചെറുപ്പക്കാർ അന്യോന്യം ആംഗ്യഭാഷയിൽ വളരെ ലാഘവത്തോടെ ആശയവിനിമയം നടത്തുന്നു. മാത്രമല്ല അവർ സ്റ്റാൻഡിൽ നിൽക്കുന്ന സുഹൃത്തുക്കളോടും AC ബസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളോടും വളരെയധികം സന്തോഷത്തോടെ ആംഗ്യഭാഷയിൽ സംസാരിക്കുന്നു. 5 മിനിറ്റിനു ശേഷം ബസ് വീണ്ടും യാത്ര തിരിച്ചു. മാധവൻ മെല്ലെ ചിന്തയിലാണ്ടു. ഇത്രയും തിരക്കും ശബ്ദവും ഉള്ളിടത്ത് കാത് കേൾക്കുന്നവർക്ക് പോലും ശരിക്കും സംസാരിക്കുവാനോ കേൾക്കുവാനോ കഴിയുകയില്ല. ഈ ചെറുപ്പക്കാർ 10-30 മീറ്റർ അപ്പുറത്തുള്ള സുഹൃത്തുക്കളോടും ജനൽ മുഴുവൻ ഗ്ലാസ് കൊണ്ട് മൂടിയ AC ബസ്സിലിരുന്ന സുഹൃത്തുക്കളോടും അനായാസമായി ആംഗ്യഭാഷയിൽ സംസാരിക്കുന്നു. സംസാരിക്കുവാൻ കഴിയുന്നവർക്കും കാത് കേൾക്കുവാൻ പറ്റുന്നവർക്ക് പോലും അവിടെ അതിന് കഴിയുകയില്ല. മാധവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ദൈവത്തിൻ്റെ അദൃശ്യമായ കരസ്പർശം അവർക്കുണ്ടെന്ന് മനസ്സിലായി. ബസ് ഏറ്റുമാനൂർ സ്റ്റാൻഡിലെത്തിയപ്പോൾ മാധവൻ്റെ അടുത്തിരുന്ന ആൾ ഇറങ്ങി. മുൻപിലിരുന്ന ചെറുപ്പക്കാരൻ ഉടൻ മാധവൻ്റെ അടുത്തിരുന്നു. പുറകിലുള്ള സുഹൃത്തിനോട് വീണ്ടും ആംഗ്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. മാധവൻ പതിയെ തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പുറകിലുള്ള ചെറുപ്പക്കാരനെ ആ സീറ്റിലിരുത്തി. പുറകിലിരുന്ന് അയാൾ ഇരുവരെയും ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അവർ ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും അവർ സന്തോഷവാന്മാരാണെന്ന് മനസ്സിലായി. മാധവൻ കുറച്ച് വെള്ളം കുടിച്ച് കപ്പലണ്ടി കുറിച്ച് വീണ്ടും ചിന്തയിലാണ്ടു. ഒരു കണക്കിന് ഈ മൂകരും ബധിരരുമൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. അവർക്കൊരു പരിധിവരെ എപ്പോഴും നിശബ്ദതയിലിരിക്കുവാൻ കഴിയുന്നു. ചെറിയ ചെറിയ പരിഭവം കാണിക്കാൻ പറ്റുന്ന അവർക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുവാനും കേൾക്കുവാനും കഴിയുമോ? പരദൂഷണങ്ങളും പൊങ്ങച്ചവും പറയാൻ പറ്റുമോ? ആരുടെയും ചീത്തയും ദേഷ്യവും കേൾക്കുവാനും ആരെയും ചീത്ത പറയുവാനും അവർക്ക് കഴിയുകയില്ല. അസഭ്യമായ വാക്കുകളും വാചകങ്ങളും
അവർക്ക് പറയേണ്ടിയും കേൾക്കേണ്ടിയും വരുന്നില്ല. അവർ പറ്റിക്കപ്പെട്ടു പോവുമെങ്കിലും അവർക്ക് ആരെയെങ്കിലും പറ്റിക്കുവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നും മതപ്രസംഗങ്ങളിൽ നിന്നും കപടഭക്തിയിൽ നിന്നും ടി വിയിലെ ചാനൽ ചർച്ചകളിൽ നിന്നും അങ്ങനെ പലതിൽ നിന്നും അവർ മുക്തരാണ്. മലിനീകരണവും നാവുകൊണ്ട് നുണ പറയുവാനും പറ്റാത്തതുമായ അവരൊരർത്ഥത്തിൽ എത്രയോ ഭാഗ്യവാന്മാർ. മാധവൻ ഇറങ്ങേണ്ട സ്ഥലമായ ഊത്താട്ടുകുളത്ത് ബസ് എത്തിച്ചേർന്നു. ബസ്സിൽ നിന്നും ഇറങ്ങവേ അയാൾ ആത്മകഥം പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ കുറവുകളുള്ളവർക്ക് ദൈവം അദൃശ്യമായ പല കഴിവും സന്തോഷവും സമാധാനവും 10 മടങ്ങ് നൽകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറവുള്ളവർക്ക് ദൈവം അദൃശ്യമായ പല കഴിവും സന്തോഷവും സമാധാനവും 10 മടങ്ങ് നൽകുന്നുണ്ട്. അപ്പം മൺകുടുക്കയിലെ ഈ മാധവൻ്റെ യാത്രാനുഭവം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഒരു കൊച്ചു കാര്യമാണ് ഇത് നിരന്തരം നമ്മൾ കാണുന്നതുകൊണ്ട്. മെഡിക്കൽ കോളേജിൽ റുമാനിയയിലുള്ള കുട്ടികൾ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നവരല്ല, ഇവർ അതിബുദ്ധിമാന്മാരും ആശയവിനിമയത്തിൽ അതീവ കഴിവുള്ളവരുമാണ്. അതുകൊണ്ട് നമ്മൾ ടി വി കാണില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ചുണ്ടനങ്ങി കിട്ടിയാൽ മതി, അവർ ഭാഷ അയാൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ ദേഷ്യം വേഗത്തിൽ വരും, കാരണം അവരെ കുറിച്ച് കുറ്റം പറയുന്നതൊക്കെ വേഗം മനസ്സിലാവും. പിന്നെ ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല ഭാഷ ഏത് തന്നെയാണ്? നമ്മൾ പറയുന്ന ബോഡി ജസ്റ്റർ. അതായത് ഈ ആംഗ്യ ഭാഷ ഉപയോഗിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അപ്പം അതിൻ്റെ നൈപുണ്യവൽക്കരിക്കേണ്ട ഭാഗമാണ് ഈ ബധിരരായ ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അപ്പം ഈ ബധിരരെ ഓർക്കാൻ കഴിഞ്ഞു. അവരുടെ ആംഗ്യഭാഷയ്ക്ക് ഒരു അംഗീകാരം കിട്ടി. സമസ്ത ലോകർക്കും ഒരു സന്ദേശവും എന്തെങ്കിലും ഇത്തിരി കുറവുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത്ര ദൈവം നൽകിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു കുറവുള്ള ഒരാളെ നമ്മൾ കണ്ടിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. വൈകല്യങ്ങൾ അനുഗ്രഹമായിട്ടാണെന്ന് നമുക്ക് കാണാൻ കഴിയുക. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് നമ്മുടെ സർക്കാർ വേണ്ടത്ര പരിഗണന നൽകി അവരെ പരമാവധി ഉയരങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സമൂഹവും അവരെ വേണ്ടത്ര നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണമാണ് ഹെലൻ കെല്ലർ. കാഴ്ച കുറവായിരുന്നെങ്കിലും ആദ്യകാലങ്ങളിൽ തനിക്ക് കിട്ടിയ ഇത്തിരി വെളിച്ചവും ഇത്തിരി അക്ഷരങ്ങളുടെയും ബലത്തിൽ ബ്രെയിലി ലിപി ഉണ്ടാക്കി തൻ്റെ പിൻഗാമികളായി വരുന്ന ഈ കാഴ്ചയില്ലാത്തവരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഹെലൻ കെല്ലർക്കായി. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ മൺകുടുക്ക എഴുതിയിട്ടുള്ള ശിവകുമാരനെ നമുക്ക് നമസ്കാരം. അങ്ങയുടെ ഈ പുസ്തകം എനിക്ക് വായിക്കാൻ കിട്ടിയതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. ഇനിയും അങ്ങക്ക് കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ. അതുപോലെ തന്നെ എനിക്കത് വായിക്കാൻ കഴിയട്ടെ, അനുഭവങ്ങൾ എഴുതാൻ കഴിയട്ടെ. എൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന അച്ഛനും ആണ് ഇത് സമർപ്പിച്ചിട്ടുള്ളത്. അച്ഛനെ അത്രമാത്രം സ്നേഹിക്കുന്ന ആളാണ്. പിന്നെ നമസ്കാരം.